അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒക്കെ. സത്യം പറഞ്ഞാൽ ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പം ഏത് ട്രാവൽ റൂട്ട് സെലക്ട് ചെയ്യുക അതിന് തുല്യമാണ്. ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ നിങ്ങൾ ഏത് ട്രാവൽ റൂട്ട് സെലക്ട് ചെയ്യും, ഏത് സ്റ്റൈലിൽ ട്രാവൽ ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കരിയർ പാത്തും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. സോ ബേസിക്കലി മിക്ക ആൾക്കാരും ചൂസ് ചെയ്യുന്നത് ഒരു കോഴ്സിൻ്റെ ഹൈപ്പ്, റിലേറ്റീവ്സിൻ്റെ മക്കൾ ഈ കോഴ്സ് എടുത്തു അതുകൊണ്ട് ഈ കോഴ്സ് നല്ലതാണ്, പിന്നെ ഫാമിലി പ്രഷർ, പിന്നെ റാൻഡം ഗെസ്സ്, അങ്ങനെ പല രീതിയിലും പോപ്പുലാരിറ്റി, അങ്ങനെ പല റീസൺസൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ടൈമിലൊക്കെ കോഴ്സ് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഒരു 2012 ഒക്കെ കഴിഞ്ഞപ്പം ആകെ ആ ഒരു ടൈമിലൊക്കെ കോഴ്സ് സെലക്ട് ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. ബട്ട് ഇപ്പം it's 2025 and there are so many ways where you can research about a course. പല രീതിയിലും നമുക്കൊരു കരിയർ പാത്ത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു എല്ലാം കാര്യങ്ങളും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ നല്ലൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ കരിയർ പാത്ത് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് യൂസ്ഫുൾ ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്പർ 1, നമ്മൾ ഫസ്റ്റ് നമ്മളെ തന്നെ മനസ്സിലാക്കുക. ഇന്നർ ചെക്ക്. എന്തൊക്കെയാണ് നമ്മൾ ഇന്നർ ചെക്കിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പർ 1, നമ്മുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കാം. ഇപ്പം അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ ആ ഒരു സമയം പോകുന്നതേ നമ്മൾ അറിയില്ല, അത്രയും നമ്മൾ മുഴുകിയിട്ടായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും, ലൈക്ക് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ചിലവർക്ക് ആർട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്, അതിൽ അവരിങ്ങനെ മുഴുകിയിരിക്കും, ടൈം പോകുന്നതേ അറിയില്ല. ചിലവർക്കത് റീഡിങ് ആയിരിക്കാം, ചിലവർക്കത് ലേണിംഗ് ആയിരിക്കാം, ചിലവർക്കത് പലതും ആകാം, ചിലവർക്കത് ക്രിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ വർക്ക് ആയിരിക്കാം. പല ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എഴുതിയിടുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്കിൽ സെറ്റ്. സ്കിൽസ് എന്ന് വെച്ചാൽ നമുക്ക് അടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ഒക്കെ നമുക്ക് ചോദിച്ചാൽ അവർ നമ്മളിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ഒരു സ്കിൽസിനെ കുറിച്ച് അവെയർ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാം. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഈ കാര്യം നിന്നെ കൊണ്ടേ പറ്റുള്ളൂ, നീ ഈ കാര്യത്തിന് അടിപൊളിയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇനി അറിയില്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത്. ഈ സ്കിൽസ് എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളത് മാത്രമല്ല, പല കാര്യങ്ങളും പലവരും പഠിച്ചെടുത്തിട്ടാണ് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണോ, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ വാല്യൂസാണ്. ലൈക്ക് നമ്മുടെ വർക്കിൽ എന്താണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്നർ വാല്യൂസ് എന്തൊക്കെയാണ്, നമ്മുടെ എത്തിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പലർക്കും പലതാണ്. ലൈക്ക് ഇപ്പം ചില ആൾക്കാർ, ലൈക്ക് ഫോർ മീ, എനിക്ക് ഹെൽപ്പിങ് അതേഴ്സ് എനിക്കൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും. ജസ്റ്റ് ഒരു ചോദ്യമാകാം, അവരിപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പോലും അത് എന്നെക്കൊണ്ട് എത്രത്തോളം എനിക്ക് അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് റിയലി എനിക്കൊരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. അത് എൻ്റെ ഒരു വാല്യൂ ആണ്. അതുപോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് വാല്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതും കൂടി നോട്ട് ചെയ്യുക. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്ത്, വാല്യൂസ്. ഇനി നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ 9 to 5 വർക്കാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഡെസ്ക്ടോപ്പ് ലൈക്ക് ഇരുന്നിട്ടുള്ള ഡെസ്ക് ബേസ്ഡ് ജോബാണോ, അതോ നിങ്ങൾക്ക് ലൈക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉള്ള ജോബാണോ, അത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ, നിങ്ങൾക്ക് ലാബ് വർക്ക്സ് ആണോ ഇഷ്ടം, അങ്ങനെ പല ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മളിൽ കാണുന്നത്, പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവേഴ്സാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നർ ചെക്ക് നടത്തേണ്ടത്. നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പം പല ഫ്രീ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും.
പല ഓർഗനൈസേഷൻസും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂസ് ഒക്കെ, പേഴ്സണാലിറ്റി ചെക്സ് ഒക്കെ ചെയ്തിട്ട് അവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് വേറൊരാൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതും നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഓർഗനൈസേഷൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നല്ലൊരു കോഴ്സോ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ കിട്ടുന്ന കുറേ ടെസ്റ്റുകളും കാര്യങ്ങളുണ്ട്, അത് ചെയ്യുക. അതിലും അവരൊരു ഐഡിയ നമുക്ക് തരും. ഒന്നല്ല, ഒരു 2-3 ഫ്രീ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് കുറച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റിസർച്ച്, കരിയർ ഓപ്ഷൻസ് റിസർച്ച് ചെയ്ത് വെക്കുക. നമ്മുടെ ഇൻട്രസ്റ്റും സ്കിൽസും ഒക്കെ ആയിട്ട് ലിങ്ക് ആവുന്ന കുറച്ച് 2-3 കരിയർ ഓപ്ഷൻസ് നമുക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ലൈക്ക് 2-3 ഓപ്ഷൻസ് നിങ്ങൾ അപ്പീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള 2-3 കരിയർ ഓപ്ഷൻസ് അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻസ് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെയിനായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സിലബസ് നോക്കൽ, അതിൻ്റെ കോളേജ് നോക്കലല്ല. ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പാസ് ഔട്ടായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ കണ്ടുപിടിക്കുക. അതായത് ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഈ വിചാരിക്കുന്ന ഈ കോഴ്സ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കരിയർ പാത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക. ആ ഒരു ആൾക്കാരായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരോട് സംസാരിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി വർക്ക് എങ്ങനെയാണെന്നുള്ളത് സംസാരിക്കാം. നിങ്ങൾ ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് അവരുടെ പോസ്റ്റുകൾ കണ്ടിട്ടൊന്നും നമുക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലാമറും കാര്യങ്ങളും നോക്കിയിട്ടൊന്നും നമുക്കൊരു ജോബ് പ്രൊഫൈലും അനലൈസ് ചെയ്യാൻ പറ്റില്ല. അവരോട് സംസാരിക്കുക. ഡെയിലി ജോബ് എങ്ങനെയാണ്, ഡെയിലി വർക്ക് വരുന്നത് എങ്ങനെയാണ്, ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ പ്രൊഫൈൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ സൈഡിൽ ചില ആൾക്കാർ ഇടാറുണ്ട്, ലൈക്ക് 2 ഇയേഴ്സ് ഇവിടെ വർക്ക് ചെയ്തു, 3 ഇയേഴ്സ് പിന്നെ അവർ പ്രൊമോട്ടായിട്ട് വേറൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ടോ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ റിസർച്ച് നിങ്ങൾ ചെയ്യണം. പിന്നെ ആ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾ നോക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇനി പുറത്ത് വർക്ക് ചെയ്യണം. ഇപ്പോൾ പല കുട്ടികൾക്ക് ഇപ്പോൾ UK വർക്ക് ചെയ്യണം, UK പോകണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം നിങ്ങളൊരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഈ ബാച്ചിലേഴ്സ് അവിടെ വാലിഡ് ആണോ, UK നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം, ഇൻ കേസ് അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ. സോ അങ്ങനത്തെ പല രീതിയിൽ നമ്മളായിട്ട് കുറച്ച് റിസർച്ച് കാര്യങ്ങൾ നമ്മളുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് 1-2 പേരല്ല, കുറച്ച് അധികം ആൾക്കാരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മുടെ കോഴ്സ് നമ്മളിപ്പോൾ 3-4 ലിസ്റ്റ് ഡൗൺ ചെയ്ത കാര്യങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു. ഇനി ആ കോഴ്സിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കുക. കണ്ടൻറ്റ് എങ്ങനെയാണ്, നല്ല നിങ്ങൾക്കത് ആ ഒരു കണ്ടൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാവുന്നുണ്ടോ, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ ആ ലെങ്ത്ത് 4 ഇയേഴ്സ് ആകാം, 6 ഇയേഴ്സ് ആകാം. നിങ്ങളുടെ ഏജും കൂടെയാണ് നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏജും ടൈമും ഒക്കെ. അപ്പോൾ അത് അത്രയും വർത്ത് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്ന കോഴ്സാണോ, ഇപ്പം ഇൻറ്റേൺഷിപ്സ് ഉണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ, ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ തരുന്നുണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം കോസ്റ്റ് vs റിട്ടേൺ. ആ ഒരു കോഴ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ്, ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോബിൻ്റെ ഒരു ആവറേജ് സാലറി വെച്ചിട്ട് നിങ്ങളിപ്പോൾ ലോണിനൊക്കെ പോവുകയാണെങ്കിൽ അത് അടച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ സത്യം പറഞ്ഞാൽ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. പല ആൾക്കാരും സ്റ്റുഡൻറ്റ് ലോൺസ് എടുത്തിട്ട് കുടുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ ആ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് നാട്ടിൽ വെച്ച് നോക്കുമ്പം ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ആ ഒരു നമുക്കത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പുറത്ത് പോകുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ. സോ അത് നിങ്ങൾ മെയിനായിട്ട് നോക്കണം. കോസ്റ്റ് vs റിട്ടേൺ നിങ്ങൾ അനലൈസ് ചെയ്തേ പറ്റൂ. ലൈക്ക് നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ അത് വേർത്താണോ, അത് ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് ആ ഒരു സാലറിയിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ലോണിലല്ല നിങ്ങൾ പഠിക്കുന്നെങ്കിലും പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് ആ കിട്ടുന്ന ഒരു ആവറേജ് സാലറി പെർ ഇയർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനാൻസ് കിട്ടുന്ന ഒരു ജോബായിരിക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ലൈക്ക് ഇപ്പോൾ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ചില കോഴ്സസ് ഉണ്ട് ഈ ഒരു ഒറ്റ പർട്ടിക്കുലർ ജോബേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫാർമസിസ്റ്റ് ആവുകയാണെങ്കിൽ ഫാർമസി ഫീൽഡിൽ
ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ആക്ച്വലി ഫാർമസി. സോ ഇതിലിപ്പോൾ ഇൻഡസ്ട്രിയൽ പോകാം, ഹെൽത്ത് കെയറിൽ പോകാം, അക്കാഡമിയിൽ പോകാം. അത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരുന്ന ഒരു കരിയർ പാത്ത് ആണോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം. ദി ഫോർത്ത് തിങ് ഇസ് ദാറ്റ് സ്പീക്ക് ടു ദ റിയൽ പീപ്പിൾ. അതായത് ഈ ഒരു കോഴ്സ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽസിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം എല്ലാ കാര്യങ്ങളും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ചോദിക്കുക. ലൈക്ക് എല്ലാവരും റിപ്ലൈ തരുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും അയച്ചാൽ ഒരാളെങ്കിലും റിപ്ലൈ ചെയ്യാതിരിക്കില്ല. സോ ബേസിക്കലി ട്രൈ യുവർ ബെസ്റ്റ്. അവർ ക്വസ്റ്റ്യൻ ചെയ്യുക, ലൈക്ക് നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ജസ്റ്റ് ടീച്ചേഴ്സിനും പിന്നെ മാർക്കറ്റിംഗ് ബ്രോഷേഴ്സും കുറേ സത്യം പറഞ്ഞാൽ കുറേ ഏതോ ഒരു കരിയർ ഗൈഡൻസ് എന്തോ ഒരു ഇതിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത് ലൈക്ക് ഇറ്റ് വാസ് ഇൻ സൗദി അറേബ്യ. അവിടെ ബേസിക്കലി അവരെന്താ പറഞ്ഞാൽ പല പല കരിയേഴ്സിന് അവർ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് മാത്രം പറഞ്ഞിട്ടായിരുന്നു അത് മാർക്കറ്റിംഗ് നടന്നത്. ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസോ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ജസ്റ്റ് അതിൻ്റെ പ്രോസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആരും പറയുന്നില്ല എത്ര സാലറി പാക്ക് എത്ര കിട്ടുക, എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. എല്ലാവരും കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പല കരിയർ ഗൈഡൻസിലും അവർ സംസാരിക്കുന്നത്. ഇപ്പം എനിക്കറിയില്ല എങ്ങനെ ഉള്ളത്, എന്തൊക്കെയാണ് റിയൽ ചാലഞ്ചസ്, എന്തെല്ലാം സ്കിൽസ് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും, നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ. ഒരു ഭാവിയിൽ ഒരു കരിയർ ഗ്രോത്തും കൂടി വേണ്ടേ നമുക്ക് ഒരു കോഴ്സിന്. അറ്റ്ലീസ്റ്റ് 10 to 20 ഇയേഴ്സ് എങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഈ ഓട്ടോമേഷൻ വന്ന് AI വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നു, പല ജോബ്സ് റീപ്ലേസ് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരുപാടൊന്നും റീപ്ലേസ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ യൂസ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ വർക്കിനെ കുറച്ചുകൂടി സ്മൂത്തനാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആക്കാൻ അങ്ങനത്തെ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ലെറ്റ് ഇറ്റ് ബി ദെയർ. ബാക്കി ഒരു 10 to 20 ഇയേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ആകും ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ. ലൈക്ക് നിങ്ങളുടെ ആ കരിയർ ഗ്രോത്ത് അവിടെ നിങ്ങൾ കാണണം. അത് കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. സോ ബേസിക്കലി ആ ഒരു ജോബിൻ്റെ റിയൽ ചാലഞ്ചേഴ്സ്, വർക്ക് ലൈഫ് ബാലൻസ്, കരിയർ ഗ്രോത്ത്, ഭാവിയിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 ഇയേഴ്സെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ ലൈക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ദർ ആർ സം ഓപ്ഷൻസ്. ലൈക്ക് ഇപ്പം നിങ്ങൾക്കൊരു കോഴ്സിൻ്റെ അതിൻ്റെ ഒരു ഷോർട്ട് ഓൺലൈൻ കോഴ്സൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ പല വെബ്സൈറ്റ്സിൽ എടുക്കാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഫാർമസി ആണ് താല്പര്യമെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് ഒക്കെ കാണും. അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണോ, നിങ്ങൾക്കതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ സബ്ജക്ട്സിന് ഇപ്പോൾ ചെറിയ ഷോർട്ട് ഓൺലൈൻ കോഴ്സസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വരെ അവൈലബിൾ ആണ് പലതും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. വോളണ്ടിയർ ആയിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നല്ലതാണ്. വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ചിലവർ പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊഫഷണൽ ലൈക്ക് ഷാഡോയിങ് വർക്ക് എന്ന് പറയും. ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അവരെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് ഒരു തെറ്റില്ല. അപ്പോൾ പർട്ടിക്കുലർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് അവരുടെ വർക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഷാഡോയിങ് വർക്ക്. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും, ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ഫ്യൂച്ചർ പ്രൂഫ് യുവർ ഡിസിഷൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു 10 to 20 ഇയേഴ്സ് എങ്കിലും നമ്മുടെ ഈ ഫീൽഡിലുള്ള സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാം. ഈ ഒരു ജോബ് ഇവോൾവിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കരിയർ പാത്ത് ഇവോൾവിങ് ആയിരിക്കണം, ഗ്രോത്ത് ഉണ്ടാവണം, കണ്ടിന്യൂസ് ലേണിംഗ്, പല കാര്യങ്ങളും നമുക്ക് ഇതിലെടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള ഇൻപുട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ, ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ. ബേസിക്കലി ഒരു 10 to 20 ഇയേഴ്സ് എങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ പാത്ത് ആയിരിക്കണം അത്. പിന്നെ ബേസിക്കലി നമ്മുടെ ലോജിക് ആൻഡ് ഗട്ട് ഫീലിംഗ്. ലോജിക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഡിമാൻഡ്, കരിയർ ഗ്രോത്ത്, പിന്നെ നമ്മുടെ സ്കിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി, ഇതൊക്കെയാണ് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇത് അനലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്യാൻ ഐ സീ മൈ സെൽഫ് എൻജോയിങ് ദിസ് വർക്ക് ഫോർ ഇയേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ആളായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജോബ് ടൈറ്റിൽ നിങ്ങൾ വർഷങ്ങൾ ഈ ഒരു ജോബ് ടൈറ്റിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ
നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിംഗ് ആണത്. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. 70% ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. If like 70% you are satisfied with everything, then you can choose that course. So ഇത്രയേ ഉള്ളൂ. ഒരു കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. So that's all. I hope this video was informative for everyone watching this. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ. മസ്സലാമ. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.